അസാധാരണമായ വലുപ്പം കൊണ്ടും നരഭോജി എന്ന നിലയിലുള്ള ഖ്യാതി കൊണ്ടും ആളുകൾക്കിടയിൽ പേടി സ്വപ്നമായി മാറിയൊരു ഭീകര സത്വമുണ്ട്. കക്ഷി ഭൂതമോ പ്രേതമൊന്നുമല്ല, ഒരു മുതലയാണ്. എന്തിനാണ് ആളുകൾ ഒരു മുതലയെ ഇത്രയധികം ഭയപ്പെടുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ആഫ്രിക്കൻ രാജ്യം ബുറുണ്ടിയിലെ റുസിസി നദിയിലും ടാങ്കനീക തടാകത്തിന്റെ വടക്കൻ തീരങ്ങളിലും താമസിക്കുന്ന ജനങ്ങളുടെ പേടി സ്വപ്നമായ മുതലയാണ് ഗുസ്താവ്. ഭീമൻ നൈൽ ചീങ്കണ്ണി വിഭാഗത്തിൽപ്പെട്ട ഗുസ്താവിനെ പറ്റി അറിഞ്ഞാലോ? ഏകദേശം 6 മീറ്റർ നീളവും 1000 കിലോഗ്രാം ഭാരവും ഗുസ്താവിനുണ്ടെന്നാണ് പൊതുവായ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നൈൽ ചീങ്കണ്ണികളിലൊന്നായിരിക്കും ഇത്. ഇതിനെ പിടികൂടുകയോ കൃത്യമായി അളക്കുകയോ ചെയ്തിട്ടില്ല. കാഴ്ചയിലുള്ള നിഗമനങ്ങളെയും ഫോട്ടോകളെയും ആശ്രയിച്ചുള്ള കണക്കുകളാണ് ഇത്. ഈ മുതലയ്ക്ക് 60 വർഷമോ അതിൽ കൂടുതലോ പ്രായമുണ്ടെന്നാണ് ചില ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിലും കൃത്യമായ സ്ഥിരീകരണമില്ല. പതിറ്റാണ്ടുകൾക്കിടെ 3000 മനുഷ്യരെ വരെ ഗുസ്താവ് കൊന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ പ്രചാരണം. അത്രയൊന്നും ഉണ്ടാകില്ലെങ്കിലും പക്ഷേ ഏകദേശം 60 കൊലപാതകങ്ങളെങ്കിലും ഈ മുതല തീർച്ചയായും ചെയ്തിട്ടുണ്ടാകുമെന്നും മറ്റു ചില വിദഗ്ധർ വിശ്വസിക്കുന്നു. ഗുസ്താവിന്റെ ശരീരത്തിലുണ്ടെന്ന് ദൃക്സാക്ഷികൾ വിവരിക്കുന്ന മുറിപ്പാടുകളും പരുക്കുകളും ഇതിനെ തിരിച്ചറിയാൻ സഹായിക്കും. ഗുസ്താവിന്റെ ശരീരത്തിൽ വെടിയുണ്ടേറ്റ അനേകം പാടുകളുണ്ട്. മാത്രമല്ല ഒരു തോളിനടുത്ത് ആഴത്തിലുള്ളൊരു മുറിവുണ്ടെന്നുമാണ് പറയപ്പെടുന്നത്. പട്ടാളക്കാരും വേട്ടക്കാരും പിന്നീട് ഗവേഷകരും ഇതിനെ കൊല്ലാനോ പിടികൂടാനോ നടത്തിയ പരാജയപ്പെട്ട ശ്രമങ്ങളുടെ ഫലമാണ് ഈ മുറിവുകളും അടയാളം. ഈ മുറിവുകളും ഭീമാകാരമായ വലുപ്പവും ചേർന്നതോടെ ഗുസ്താവിനെ കൊല്ലാനാവില്ല എന്നൊരു കഥ പ്രചരിച്ചു. ഇത് സാധാരണ വന്യജീവി എന്ന നിലയിൽ നിന്ന് ഒരു ഭീകര സ്വത്വം എന്ന പ്രതീതി ഗുസ്താവിനെ കുറിച്ച് സൃഷ്ടിച്ചു. ഗുസ്താവിനെ പിടികൂടാനായി സിനിമാ പ്രവർത്തകരും ഗവേഷകരും അടക്കം തീവ്ര പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഇതിനായി വലിയ കെണികളും ഇരകളും ഉപയോഗിച്ച് ശ്രമം നടത്തിയെങ്കിലും പരാജയം. ആർക്കും ഇതുവരെ പിടികൊടുക്കാത്തതിനാൽ തന്നെ ഗുസ്താവിന്റെ ഖ്യാതി ഒരു ഡോക്യുമെന്ററിക്കും ഒരു ഹൊറർ സിനിമയ്ക്കും പ്രചോദനമായി. ഇതിനു പിന്നാലെ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ മുതല എന്ന പദവി ഗുസ്താവ് സ്വന്തമാക്കുകയും ചെയ്തു. ഇന്നും ഗുസ്താവ് ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ആളുകൾക്ക് ഈ ഭീകര സ്വത്വം ഇന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഒരുപക്ഷെ ഗുസ്താവ് മരണപ്പെട്ടിരിക്കാമെന്നും ചില ജന്തുശാസ്ത്ര ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്.